നമ്മളെല്ലാരും കൈ വെക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യാ വെട്ടു. യുവർ വെൽക്കം. സുഹൃത്തുക്കളെ, another episode of Shinigami Studios സാംസ്കാരിക വീപ്സിലോട്ട് സ്വാഗതം. കൂടെ പറയാട്ടോ, നാടൻ പാട്ടല്ലല്ലോ ഇത്, കൂടെ പാടാ. ഓക്കെ, സോ എപ്പിസോഡിന്റെ എണ്ണം പോയതുകൊണ്ട് 8 another എപ്പിസോഡ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് സ്വാലിക്കും. എന്നെ തന്നെ ഞാൻ ക്ഷണിക്കുന്നു. ഗൗരി ശങ്കർ, ഇത് ഋഷി കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഊക്കുവണ്ടി, ജുബേർ ഖാൻ, അതുപോലെ തന്നെ കരുണും ഞങ്ങളുടെ കൂടെ ഉണ്ട്. So today's episode is we are doing on anime villains and നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം അറിയാം. കരുൺ, നീ തന്നെ തുടങ്ങിക്കോ. നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമെ വില്ലൻ? ഡിയോ. ജോജോ. ചെറിയൊരു റെഫറൻസ് കൊടുത്തു, കാരണം ജോജോ അധികം ആരും കണ്ടില്ല. ഡിയോ ബ്രാൻഡോ ഫ്രം ജോജോസ്. ഓക്കെ, ഒരു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഫുൾ ജനറേഷൻ ഒരു ബ്ലഡ് ലൈനിനോട് വളരെയധികം ഹേറ്റാണ്. താൻ ജീവിച്ചത് വളരെ പാവപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അതേ സമയത്ത് വേറൊരുത്തൻ നല്ലൊരു സുഖമായിട്ട് ജീവിക്കുന്നു. അത് ശരിയാവില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങിയ ഹേറ്റാണ്. അതങ്ങ് കുറേ ജനറേഷൻ, 6 ജനറേഷനോളം ആ ഹേറ്റ് ഉണ്ടായിരുന്നു. ചില്ലറയില്ല, പരമാവധി. ഡിയോ വാമ്പയർ ആവും. വാമ്പയർ ആയിട്ട് അല്ല, അതിന് മുമ്പേ ഉണ്ടല്ലോ പരിപാടികൾ. അവന്റെ പട്ടീനെ എടുത്ത് ഫർണസിലിട്ട് കൊല്ലുക, ചെറിയ ചെറിയ കുലിസിതങ്ങൾ. ഫർണസിട്ട് കൊല്ലുക, മോഷ്ടിക്കുക, അവന്റെ സാധനങ്ങൾ അടിച്ചു മാറ്റുക. ചെറിയ ചെറിയ നോട്ടി ബോയ്, തുടങ്ങും. ഒരു ഹോംലാൻഡർ വൈബ് ഉണ്ടല്ലോ. ഹോംലാൻഡർ ഒക്കെ ഡിയോ ബ്രാൻഡിന്റെ മുമ്പിൽ ശിശുവാണ്. അത് തന്നെ, അത് തന്നെ. ഒരു അമ്മയുടെ അടുത്ത് ആദ്യം വാമ്പയർ ആയതിനു ശേഷം ഇവ ഒരു അമ്മയും കൊച്ചിൻ്റെ അടുത്ത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ അടുത്ത് നിർത്തിയേക്കണം. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ആരുടെ ജീവൻ വെറുതെ വിടണമെന്ന് ചോദിക്കും. അപ്പോൾ പറയും, എൻ്റെ കൊച്ചിൻ്റെ ജീവൻ വെറുതെ വിടണം. ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഇവള് ഇങ്ങനെ വാമ്പയർ ആക്കും. പെണ്ണെന്ത് ചെയ്യും? കൊച്ചിനെ തിന്നും. അത്ര ടെറർ ഒരു സാധനമാണ് ഡിയോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മിക്ക ഇതിനെ അത്ര അടുപ്പിക്കാൻ കൊള്ളൂല. അതുകൊണ്ടാണ് എനിക്ക് അല്ല പോലെയാ. പക്ഷെ ഞങ്ങൾക്ക് അത് സംശയമുണ്ട്. വേണ്ട എന്റെ ഫേവറേറ്റ് യോഹാൻ ലിബർട്ട്, മോൺസ്റ്ററില. അങ്ങനെ പറയരുത്, മാറ്റി പറയണം. കാരണം യോഹാൻ ലിബർട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ആൾ മാനിപ്പുലേറ്റർ ആണ്. സെക്കൻഡ് ഈസ് എ സർട്ടൺ റീസൺ for a failed Austrian painter. So I like the character of Johann Liebert. അത് സെക്കൻഡ് നമ്മളെല്ലാരും കൈ വെക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യാ വെട്ടു. യുവർ വെൽക്കം. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പറയുന്ന ആ ഒരു സ്റ്റോറി ഇവോൾവ് ചെയ്യുന്നത് തന്നെ സത്യം പറഞ്ഞാൽ യോഹാൻ ലിബർട്ടിന് ഇതുകൊണ്ടാണ്. കാരണം തെന്മയാണ് മെയിൻ നടൻ. തെന്മ ഇസ് എ വെരി വണ്ടർഫുൾ ക്യാരക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരീസ് കൂടിയാണ് മോൺസ്റ്റർ. പക്ഷേ ഈ ഒരു സ്റ്റോറി മൊത്തം ഇവോൾവ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ വില്ലൻ ക്യാരക്ടറിലൂടെയാണ്, യോഹാൻ ലിബർട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ. സോ ഐ ഡെഫിനറ്റ്ലി ലവ് യോഹാൻ ലിബർട്ട് ആൻഡ് എൻ്റെ ചെറിയ ചെറിയ ചേഷ്ടകൾ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഞാൻ മോൺസ്റ്റർ ഉണ്ട്, യോഹാൻ ഈസ് എ ബെറ്റർ മാനിപ്പുലേറ്റർ ദാൻ ഐസൻ. ഡെഫിനറ്റ്ലി ബെറ്റർ മാനിപ്പുലേറ്റർ ഐസൻ എന്നല്ല. എനിക്ക് ഇവന്റെ അത്രയെങ്കിലും മാനിപ്പുലേറ്റർ ആയിട്ട് വേറെ തോന്നിയിട്ടുള്ളത് കോഡ് ഗ്യാസിലെ ലിലൂച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ലിലൂച്ചാണ് ഫ്രണ്ട്. അത് പിന്നെ നമ്മൾ ഒരു സീരീസ് ആയിട്ട് അത്രത്തോളം അത് മികച്ചായിരുന്നു ഞാൻ പറയത്തില്ല. ആസ് എ സ്റ്റോറി ഒരു സൈനൻ മാൻഗ എന്നുള്ള രീതിയിൽ അത് കിടിലമായിരുന്നു. സീരിയസ് ആയിട്ട് അത്രത്തോളം ഷൈൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ അതിനെ
എനിക്ക് ബെറ്റർ മാനിപ്പുലേറ്റർ ആയിട്ട് തോന്നിയ സീന് പറഞ്ഞുതരാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സൂയിസൈഡ് ചെയ്യിക്കണ മറ്റേ ഒരു ചീപ്പ് വിസ്കി കൊടുത്തിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചീപ്പ് വിസ്കി കുടിക്കൂല, കൂടിയ സാധനമേ കുടിക്കത്തുള്ളൂ. പക്ഷെ ഓട്ടോപ്സി നോക്കുമ്പോൾ ചീപ്പ് വിസ്കിയാണ് അയാൾ കുടിച്ചിട്ടുള്ളത്. അത് അങ്ങനെ പറഞ്ഞു കുടിപ്പിക്കുക എന്നുള്ളത് അത് മാത്രമല്ല, പുള്ളിക്കാരൻ നേരിട്ടൊന്നും ചെയ്തില്ലല്ലോ, നേരിട്ടൊന്നും ചെയ്യില്ല, എല്ലാം മാനിപ്പുലേറ്റഡ് ആണ്, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അതാണെങ്കിൽ ലെലൂച്ച് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് അത് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ക്യാരക്ടർ, അത് എംസിയും കൂടിയാണ്. അത് കോഡ് ഗ്യാസ് എന്ന് പറയുന്നത് ആൾക്കാർ ചെക്കൗട്ട് ചെയ്യാനുള്ളൊരു സീരീസും കൂടിയാണ്. അതിന്റെ എൻഡിങ് എനിക്ക് അത്ര ഇങ്ങോട്ട് ദഹിച്ചില്ല. പക്ഷെ അതുവരെയുള്ള സ്റ്റോറി ഈ ഒരു എൻഡിങ് കാരണം നമ്മൾ കാണാതിരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഗോയിങ് ടു നെക്സ്റ്റ് വൺ, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് വില്ലൻ? അത് കുഴപ്പമില്ല, നമ്മളെല്ലാരും ഒക്കെ അങ്ങനെ ആയിരുന്നു. സുഗുണേനാണ്. വൈ സുഗുണേട്ടൻ? Suguna because pure evil. Then അവൻ്റെ ആ ഓവർ കോൺഫിഡൻസ് ദാറ്റ് ഹീ ഈസ് ദ മോസ്റ്റ് പവർഫുൾ എന്നുള്ള ഒരു ഇത്. ബട്ട് അഗൈൻ വെൻ ഹി പുട്സ് അപ്പ് എ ഗുഡ് ഫൈറ്റ്, ദാറ്റ് റെസ്പെക്ട് ഹി ഗിവ്സ് ടു ഹിസ് ഓപ്പണന്റ്. ആ ഒരു ഇത്, that is one of the 3 qualities that I like about Suguna. He is also a manipulator, little bit of manipulation ഉണ്ട്. But again in the end ഈ 3 ക്വാളിറ്റീസിലാണ് അവൻ മേജർലി ഇത് ഈ നോട്ടം ശരിയാവുന്നില്ല. കുഴപ്പമില്ല, ശരിയായിക്കോളും, കിട്ടും. അതുകൊണ്ടാണ് യെസ്. സോ ലൈക്ക് ബേസിക്കലി ആ ജോഗോടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോഴും ലാസ്റ്റിൽ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, യു ഫോട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നുകളയുന്നത്. ലൈക്ക് ദാറ്റ് റെസ്പെക്ട് ഹി ഗിവ്സ് ആഫ്റ്റർ കില്ലിംഗ് ഹിം. അതുണ്ട്. വൺ തിങ് ദാറ്റ് ഗോജോ ഡസ് നോട്ട് ഹാവ്. കക്കാശിയുടെ സെറോസ്കോപ്പി പോലും അങ്ങനെ ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കക്കാശിയുടെ സെറോസ്കോപ്പി ഞാൻ ആ വാക്ക് പറയത്തില്ല, എനിക്ക് താപു പറയത്തില്ല. അല്ല ഇതേപോലെ കഴിഞ്ഞ നമ്മുടെ ക്രഞ്ചി റോളിൽ ഞാൻ പറഞ്ഞിട്ടില്ല, അതിലൊരാൾ പറഞ്ഞു ഇങ്ങനെ കക്കാശി അല്ല പുറകറയാണ് അതാണെന്ന് പറഞ്ഞു. അല്ല എനിക്ക് മറ്റേ ഇത് അലർജി വരും, സ്കിൻ അലർജി വരും. ഗോജോ എന്ന് പറഞ്ഞു സ്വാഭാവികം. എൻ്റെ ഫേവറേറ്റ് വില്ലൻ, ഞാൻ ഇതിനു മുമ്പും ഏതൊക്കെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫേവറേറ്റ് വില്ലൻ ഗ്രിഫിത്ത് ആണ്. വൺ പീസ് കിടക്കുമല്ലേ. സോ അതെ, വിളി വരും മൂത്താപ്പയുടെ രോദനമാണ്. സോ ഗ്രിഫിത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ തൻ്റെ ലക്ഷ്യങ്ങളെ നേടാനായിട്ട് ആരെ ചതിക്കാനും ആരെ കൂട്ടിക്കൊടുക്കാനും അതെ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ മാങ്കയുടെ പ്രോഗ്രസ്സിൽ കാണാൻ പറ്റും. ലൈക്ക് ബാൻഡ് ഓഫ് ഹോക്സ് എന്ന ഒരു വിഭാഗം മെർസനറീസിൻ്റെ ലീഡറിൽ നിന്നും ഒരു വ്യക്തിയുടെ സുഹൃത്താവുന്നതും, ആ സുഹൃത്തായ വ്യക്തി ഒരു ഡ്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ അതെ ഡ്രീം വേണം എന്ന് പറഞ്ഞ് ചുറ്റുവരെയുള്ളവരെ ഇൻസ്പയർ ചെയ്ത് ആ സുഹൃത്ത് പോകുന്ന സമയത്ത് തൻ്റെ ലക്ഷ്യങ്ങൾ തെറ്റി വഴി തെറ്റി പോകുന്നതും നശിക്കുന്നതും, ആ പ്രശ്നത്തിൽ തൻ്റെ സുഹൃത്തുക്കളെ മൊത്തം കൊന്നു തള്ളുന്ന ഒരു സാഹചര്യത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതില് എനിക്ക് സംഭവം എന്ന് പറഞ്ഞാലേ, സുഹൃത്തുക്കളെ കൊല്ലുന്ന ഒഴിച്ചിട്ട് ബാക്കി എനിക്ക് ഗ്രിഫിത്തിനോട് വലിയ ദേഷ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഉറുമ്പ് അടിക്കുന്ന പോലെ ചെറിയൊരു കാര്യമാണല്ലോ. അത് ഒന്നല്ല, ചെറുപ്പത്തിലെ അവൻ കഷ്ടപ്പെട്ടത് മൊത്തം ലൈക്ക് അവന്റെ ഒരു കിങ്ഡം മറ്റേ ടീമാണ് ഗ്രിഫിത്ത് ഡിഡ്ന്റ് ഡു എനിത്തിങ് റോങ് എന്ന്. നമ്മളെടുത്ത് ഇവിടെ പറഞ്ഞിട്ട് പിന്നെ ഈഗറിസ്റ്റ് കഷ്ടപ്പെട്ട് മറ്റേ ഇവന് സോൾവ് ചെയ്ത് ലൈക്ക് ആ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് മറ്റേ കഷ്ടപ്പെട്ട് മറ്റേ രാജകുമാരിയൊക്കെ വളച്ച് ഇത് ചെയ്ത് ഇങ്ങനെ മറ്റേ പയ്യെ ഡോമിനോസ് പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അടുക്കി വന്നിട്ട് ലാസ്റ്റ് ഒരു സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് അത് തകർന്നത്. ഗട്സ് പോകുന്നത് കണ്ട് ഒന്ന് ഇത്തിരി വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതിന് പകരം നേരെ വേറൊന്നും വേണ്ട, ആ കീ ഹോൾ ഒന്ന് അടച്ചിട്ടിരുന്നാൽ മതിയായിരുന്നു. ആ കീ ഹോൾ ഒന്ന് അടച്ചിട്ടിരുന്നാൽ മതി, അത്രയും മതിയായിരുന്നു. വല്ല പ്രശ്നം ഉണ്ടായിരുന്നു.
അതിന്റെ ഒരു ഇതിൽ ആൾക്കാർ ഇപ്പൊ ക്യാമറക്ക് ചെക്ക് ചെയ്യുന്നു. ഗ്രിഫിത്ത് മോനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചെറുതായിട്ട് ചില കൂട്ടുകാരന്മാരെ അത്രേ ഉള്ളൂ. ആ ഒരു വിഭാഗം ആൾക്കാരെ ചെറുതായിട്ട് ഒരു എത്ര 8 പേരും ഉണ്ടായിരുന്നുള്ളൂ. 8 പേരും ഉണ്ടായിരുന്നുള്ളൂ ബാൻഡ് ഓഫ് ഹോക്കിൽ. മതി അടുത്ത പറ. ബാക്കി 100-200 പേര് എന്തോ. എനിക്ക് ഏറ്റവും ബേജായിട്ടുള്ള ഒറോച്ചിയാണ്. ഒറോച്ചി ഫ്രം വൺ പീസ്. ഒറോച്ചി ലൈക്ക് കാരണം എന്ന് പറഞ്ഞാൽ ആ ഇതുണ്ടല്ലോ ലൈക്ക് നമുക്ക് ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള ഒരു ദേഷ്യം വരുന്നത് ഒറോച്ചിയോടാണ്. കാരണം എനിക്ക് ഏറ്റവും ദേഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റേ ഇതിലാണ് ഒട്ടാമയിലേക്ക് മറ്റേ അവനെ കെട്ടിയിട്ട് ലൈക്ക് അവിടെ ഉള്ള ഒരു ഇമോഷൻ ഇതിൽ മറ്റേ ഒറോച്ചിക്ക് ഒരു ഇതില്ല. ലൈക്ക് ഫുള്ള് ഇതാ ഇത്ര ഈവിലായിട്ട് ഒരാൾക്ക് എങ്ങനെ പറ്റുന്നെന്നുള്ളത്. ഒത്താമയുടെ അച്ഛനെ കൊന്നിട്ട് എല്ലാരും ചിരിക്കത്തില്ല. സോറി എനിക്ക് പേര് എനിക്ക് ഓർമ്മയില്ല. അതെനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. മറ്റേ ഉസോപ്പ് വിൽക്കണ മറ്റേ ഫേക്ക് ഓയിൻമെന്റ് കൊണ്ട് തേച്ചിട്ട് ആ സംഭവം ഉണ്ടാക്കുന്നതാരോ ഒറോച്ചി. അതേപോലെ തന്നെ ഓടനെ മറ്റേ അത്രയും വർഷം മറ്റേ പൊട്ടനെ പോലെ ഡാൻസ് കളിപ്പിച്ചിട്ട് മറ്റേ ഒരു ഇതില കൊല്ലുന്ന ലൈക്ക് അങ്ങനെയൊക്കെ ഓയിൽ സീനില് വെടിവെച്ച് കൊല്ലുന്നത് 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോ ഞാൻ തീരുമാനിച്ചു പറ്റൂല എന്ന് പറഞ്ഞേക്ക് അങ്ങനെ ലൈക്ക് ഒരു നല്ലൊരു വില്ലൻ ഇതുണ്ട്. നമുക്ക് മറ്റേ വില്ലൻ എന്ന് പറഞ്ഞാൽ മറ്റേ ചുമ്മാ ഇത് ചെയ്യുന്നില്ല, നമുക്ക് മറ്റേ ദേഷ്യം ഇങ്ങനെ തോന്നിപ്പിക്കണം. ഇവന് 2 എണ്ണം കൊടുക്കണം എന്നുള്ള ഒരു ദേഷ്യം തോന്നിക്കണം. ബാക്കി സെലസ്റ്റിയൽ ഡ്രാഗൺ ഉണ്ടാ, പക്ഷേ പുള്ളിക്കാരൻ നേരിട്ടൊന്നും ചെയ്യുന്നതായിട്ട് ഒരുപാട് പ്ലോട്ടിലില്ല. അല്ല പ്ലോട്ടില് അധികമായിട്ടില്ല. ഇതെന്ന് പറയുമ്പോൾ അവർ ആർക്കില്ല മെയിൻ വില്ലനായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇവോൾവ് ചെയ്യുന്നത് ഓരോച്ചിയും ഇവനുമാണ്, കൈഡോ ആണ്. അതിനകത്ത് കൈഡോയെ നമുക്ക് കുറച്ചും കൂടി റെസ്പെക്ട് കൊടുക്കേണ്ടി വരും. ഒറോച്ചി വാസ് ദ ബ്ലാക്ക് വില്ലൻ. അതിന് പ്രസക്തി ഇല്ല. ഒന്നുമില്ല, ഒരെണ്ണം ഇട്ട് നോക്കിയതാ ചീറ്റി പോയി. ഒറോച്ചി അങ്ങനത്തെ ഫുള്ള് ഇത് നോക്കുമ്പോ എന്ത് നോക്കിയാലും ഒറോച്ചി എന്റെ അടുത്ത് റേസിസ്റ്റ് ബ്രോ ഡാർക്ക് ഇതാണ്. ലൈക് ഹീസ് ടു വേഴ്സ്റ്റ്. ഇതില്ല അതുകൊണ്ടാണ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. നിങ്ങൾക്ക് വർക്ക് ആവാത്ത വില്ലൻ, ഇഷ്ടപ്പെടാത്ത ഒരു വില്ലൻ ആണെന്നാണ് കാണിക്കുന്നത്, പക്ഷെ ഒരു വില്ലനിസം ഫീൽ ചെയ്യുന്നില്ല, ഒരു വില്ലനായിട്ട് തോന്നിയില്ല. അങ്ങനെയുള്ള ആരാണ് അറിയൂ? പ്ലീസ് റിപ്പീറ്റ് ദി ക്വസ്റ്റ്യൻ. ഗോസ്റ്റ് വില്ലൻ വില്ലനായിട്ട് നമുക്ക് തോന്നിയില്ല. ലൈക്ക് ഒരു വില്ലൻ ഞാൻ പറഞ്ഞില്ല കുറച്ച് പവർ വേണം, ലൈക്ക് നമുക്കൊരു ഫീൽ തോന്നുന്നു മറ്റേ 2 എണ്ണം കൊടുക്കണമെന്ന് തോന്നുന്ന ടൈപ്പ്. അങ്ങനത്തെ ചെയ്യാൻ പറ്റാത്തൊരു വില്ലൻ, വേസ്റ്റ് വില്ലൻ ആരുണ്ടായി? ദോമ വില്ലൻ ആണല്ലോ. ലൈക്ക് നിങ്ങൾക്ക് ഒരു ഇത് ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ വില്ലൻ എന്ന് പറയാൻ തോന്നൂല. ബേസിക്കലി കോമഡി പീസ് പോലെ ഇവിടുന്ന് തുടങ്ങാം. റീസൺ ടു ബിക്കം എ വില്ലൻ അല്ലാതെ കൊള്ളൂല. അല്ല ക്യാരക്ടറിന് വില്ലനായിട്ട് നിനക്ക് തോന്നുന്നില്ല. ഒരു മോശം ക്യാരക്ടർ ആയിരുന്നു വില്ലനായിട്ട് കൊണ്ടുവന്നെങ്കിലും. ഇതായില്ല, വർക്കാവാത്തില്ല. എനിക്ക് പക്ഷേ മൂസാനാണ് എന്നെ സംബന്ധിച്ച് ഒരു ഇത് വർക്കൗട്ട് ആയില്ല. ഒരു വില്ലൻ എന്നുള്ള ഒരു ഇത് എനിക്ക് അങ്ങനെയാ തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കി അവന്റെ സബോർഡിനേറ്റ്സിനൊക്കെ ഒരു വില്ലനിസം ഇത് ധൂമയാണെങ്കിലും അക്കാസ ആണെങ്കിലും നമുക്ക് ആ ഒരു ഇത് വന്നു. ഇവന്റെ അടുത്ത് മൈക്കിൾ ജാക്സൺ ആ ഒരു എഫക്റ്റ് അല്ലാണ്ട് നമുക്ക് മൂസാന്റെ അടുത്ത് ഒന്നും തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല അങ്ങനെ നിങ്ങൾക്കുള്ളത് വേറെ ഉണ്ട്. എനിക്കുള്ളത് ബിഗ് മം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ ഒരു ഫീലിംഗ് തോന്നിയിട്ടില്ല. ഒരു പന്നത്തള്ള അത് ആ ഒരു വൈബേ എനിക്ക് കിട്ടിയിട്ടുള്ളു. ഒരു വില്ലൻ പക്ഷെ ഷോർട്ട് ടക്കർ അങ്ങനല്ല. ഒരു വൃത്തികെട്ട വില്ലൻ. നമുക്ക് വൃത്തികെട്ടാനാണെന്ന് നമുക്ക് തോന്നും. എടാ അതിന്റെ ഒരു ടീഷർട്ട് ഡിസൈൻ എന്റെ ദൈവമേ. ടീഷർട്ടും ഉണ്ട്, അതിനകത്ത് ഒരു പോസ്റ്ററും ഉണ്ട്. ഇങ്ങനെ വളയ്ക്കുമ്പോ
വേറൊന്നുണ്ട് ഒരു 3Dയുടെ 3D picture. ആദ്യം കൊച്ച് പിന്നെ പട്ടി മറ്റേ രണ്ട് ഫ്യൂഷൻ. ആക്ച്വലി അങ്ങനെ എന്തോ ഒരു ഡിസ്നിയുടെ എന്താ ഒറിജിനൽ ഡിസ്നിയിൽ ഇതേപോലെ ഒരു പട്ടിയും ഈ കൊച്ചും കൂടെ ഓടുന്ന പോലത്തെ ഒരു എന്തോ സിനിമ എന്തോ ഇറങ്ങാൻ പോകണം എന്തോ പറഞ്ഞിട്ട് മറ്റേ മീംസ് ഇറങ്ങി അത് മീംസ് ആണ്, അത് ഇതൊന്നുമല്ല. സോ കുറെ ഉണ്ടായിരുന്നല്ലോ, പറയാൻ പറ്റൂല. അല്ല ബിഗ് മാമിന്റെ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് മാമിനെ അവിടെ തന്നെ വെച്ചിട്ട് ബ്രൂക്ക് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഇനി ഞാൻ നോക്കിക്കോളാം മോളെ സാധനമായിരുന്നു. അവളെ അങ്ങ് വിടാൻ ആ വില്ലത്തരം കാണിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ വില്ലത്തരമായിട്ട് തോന്നിയില്ല. ഓക്കെ അവർക്ക് അല്ല ബ്രൂക്ക് അങ്ങനല്ല. ബ്രൂക്കിന് പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് നിന്നെ തല്ലിയില്ലെങ്കിൽ എനിക്ക് ഉറക്കാൻ പറ്റില്ല എന്നുള്ള സെറ്റപ്പിലായിരുന്നു ബ്രൂക്ക് പിന്നെ കറങ്ങി വരുന്നത്. പക്ക MVP ആ ഇത്രയും ആർക്കുകളിനകത്ത് പക്ക MVP ആയിട്ട് പറയാൻ പറ്റുന്നത് ഹോൾ കേക്കിനകത്ത് ബ്രൂക്ക് തന്നെയാണ്. അത്രയും വേറെ ആർക്കും വേറൊരിനകത്തും അറിയില്ല. ഇത്തതാക്കി മസ് റോഡ് ദ പോണിഗ്ലിഫ്. ഋഷിജി എന്തു പറയുന്നു? അവൻ പറഞ്ഞല്ലോ, അവൻ തോമയല്ലേ ലൈക്ക് ഒരു വില്ലൻ എന്ന് പറയുന്ന ചുമ്മാ അഹങ്കാരം കൊണ്ട് ഇതായതല്ലേ. ലൈക്ക് ഹീസ് നോട്ട് ഇൻ ഫിറ്റ് ടു ബി എ വില്ലൻ. ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ഗൗരി സർ എന്ത് പറയുന്നു? അല്ല അങ്ങനെ നോക്കുകയാണെ വില്ലൻ എന്ന് ചിത്രീകരിച്ചിട്ടും വില്ലൻ അല്ല എന്ന് തോന്നിയ ഒരു കഥാപാത്രം കത്താക്കുറി. പക്ഷെ ഈ ഒരു ബിഗ് മോമിന്റെ വില്ലൻ എന്നുള്ള രീതിയിലാണല്ലോ കൊണ്ടുവരുന്നത്. നായകന്റെ ശത്രു ടീമിലുള്ള ഒബ്വിയസ്ലി റെസ്പെക്റ്റഡ് വില്ലൻ. അതെ. സോ മിസ്റ്റർ 3 ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ല അങ്ങനല്ല. മുക്കാലും പാഴാതെ. Okay. 1, 2, 3 On the topic of എന്റെ പേര് ഞാൻ മറന്നു. ബൂഗർ വെച്ചിട്ട് ഓക്കെ അതായത് സോ ഓൺ ദ ടോപ്പിക് ഓഫ് ദാറ്റ് മറ്റേ വില്ലനീന്ന് ഗുഡായ അല്ലല്ല താങ്കൾ പറഞ്ഞല്ലോ മുസാൻ പറഞ്ഞല്ലേ. ഓക്കെ അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഓഫ് ദാറ്റ് വില്ലനീന്ന് ഗുഡായയില് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബോൺ ക്ലേ. ഗുഡ് ആയതോ അല്ല ഗുഡ് ആയത് ഇപ്പൊ വില്ലൻ ആയിരുന്നു, മറ്റേ പിന്നെ നല്ല സൈഡായി മാറി നല്ലതിലോട്ട് മാറി എന്നുള്ളത്. അങ്ങനെ പേര് ആരാ ഉള്ളേ? അതിനകത്ത് ആരും ഇല്ല എന്തായാലും. ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നറൂട്ടോയിൽ ചിന്തിക്കൂ. നറൂട്ടോയില് കുറെ ഉണ്ട്. എനിക്ക് അത്ര സ്റ്റാർട്ടിങ്ങിന്റെ No, I don't feel Sasuke is good. പക്ഷെ എനിക്ക് തോന്നുന്നു ഗാര നറൂട്ടോ വേഴ്സ് എടുക്കുകയാണെങ്കിൽ ഗാര ഇസ് എ ബെറ്റർ. Gaara, yes, I agree. ഒറോച്ചിമാരോ എന്റെ ദൈവമേ. കുറച്ചുമാരിപ്പോ സെയിന്റ് അല്ലയോ? അത് തന്നെ ബാഡിന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഗാരയുടെ ട്രാൻസ്ഫോർമേഷൻ ആണ് എനിക്ക് ഉള്ളത്. യൂഷ്വൽ ചോയ്സ് വുഡ് ബി എനിക്കത് മറ്റേ ഒരുമാതിരി ഇതായിപ്പോയി, ബാക്ക് ബെഞ്ചറിന്ന് പഠിപ്പിയായി പോയതല്ലേ. പാവപ്പെട്ട മറ്റേ സ്പൈക്കും മുടിയൊക്കെ ഇങ്ങനെ തീവിട്ട് നടക്കുന്നത്. എനിക്ക് അതാണ് ഉദ്ദേശിച്ചത്. ആ ബ്രൂട്ടാലിറ്റി മാറ്റാനുള്ള ക്യാരക്ടർ ഡിസൈൻ ആയിരിക്കും അത്. കറക്റ്റ് അതാ മറ്റേ ചെപ്പ് തൊട്ട് ആ സീനായിരിക്കും പക്ക അന്ത സീനാക്കി കളഞ്ഞു. ഗാരയെ കാണിക്കുമ്പോൾ ഉള്ള ഒരു അനിമോസിറ്റി ഉണ്ടല്ലോ, ആ ഇത് പിന്നെ എത്തുമ്പോ ഇല്ല. അത് മറ്റേ ഇതുണ്ടല്ലോ ഗാര റോക്കിലി ഇവന്റെ സാൻഡ് ആർമർ പൊട്ടിക്കുമ്പോ ഇവൻ ചിരിക്കണ ആ ഒരു സീൻ. അതാ പറഞ്ഞേടാ ഗാരയുടെ ആ ഒരു പവർ അങ്ങ് പോയതുപോലെ ഭയങ്കരമായിട്ട് നെർഫ് ആക്കുന്ന പോലെ തോന്നി എനിക്ക്. അതെനിക്ക് ഭയങ്കര തീരെ ഒട്ടും പിടിച്ചില്ല. കുഞ്ഞാവ എന്റെ പേരുടെ ലെമിയലാണ്. ലെമിയൽ ഇൻ ബ്ലാക്ക് ക്ലോവർ. ലൈറ്റ് യൂസ് ചെയ്യുന്ന ആളില്ലേ, ലൈറ്റ് യൂസ് ചെയ്യുന്ന എൽഫ് പുള്ളിക്കാരൻ. ലിത്താണ് എൽഫ്. ഓക്കെ സോറി ലിത്ത്. ലൈറ്റ് യൂസ് ചെയ്യുന്ന കൊച്ചായിരുന്നിട്ട് മറ്റേ പച്ചോളി അല്ല പച്ചോളി എന്ന് പറയുന്നത് ആ ഒരു അതൊരു ഇതിന്റെ പേരാണ്, ഒരു ചെടിയുടെ പേരാണ് പച്ചോളി എന്ന് പറയുന്നത്. ഓക്കെ സോ പച്ചോളി എന്ന് പറയുന്നത് കാര്യം മനസ്സിലായി. ഓക്കെ അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് പറയുന്നത് ലിത്ത്. കാരണം എന്ന് പറഞ്ഞാൽ
ബ്ലാക്ക് ക്ലോവർ കൺട്രോളർക്കെല്ലാം അറിയാം. സ്റ്റാർട്ടിങ് ആസ് എ വില്ലൻ. പറ്റോളി എന്ന് പറഞ്ഞാൽ നല്ലത്. ആ പേര് തന്നെയാണ് പറ്റും. കാരണം ലിറ്റ് ഓൾറെഡി വേറെ ഉണ്ട്. നീ ഡാർക്ക് എൽഫ് ആയ കാര്യമല്ലേ പറഞ്ഞത്? ഡാർക്ക് എൽഫ് ആയ ആളല്ലേ പറ്റോളി. ലിറ്റു ആയി ഒരു പോയിന്റ്. ലെമിയല് പിന്നെ അവസാനം പിന്നെ വരത്തേ ഉള്ളൂ. ലെമിയല് ഡിഫീറ്റ് ചെയ്യുന്നതല്ലേ ലിക്ത്? അത് ഒറിജിനൽ ലിക്ത്. മറ്റേ വീണ്ടും ലിക്ത് ആണെന്ന് പറഞ്ഞു പറഞ്ഞത് റീഇൻകാർണേഷൻ ആയിട്ട് വരണം അല്ലേ? ഫസ്റ്റ് ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യത്തില്ലേ, അത് പച്ചോളിയാണ് ഈ പറഞ്ഞ. ആദ്യം ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, ബിസാക്കിങ്ങുമായിട്ടല്ല. ഇവന്റെ ദേഹത്തുള്ളത് വാഞ്ചൻസ്. അത് ഫാക്ടറി. ആ ഒരു ക്യാരക്ടറാണ് എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബംഗോ സ്ട്രേ ഡോഗ്സിൽ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഫസ്റ്റ് സീസണിലേക്ക് വില്ലനായിട്ട് വരുന്നത്. ലൈക്ക് ബംഗോ സ്ട്രേ ഡോഗ്സ് കണ്ടിട്ടില്ലെങ്കിൽ കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല രസമുള്ള ഒരു സംഭവമാണ്. ബംഗോ സ്ട്രേ ഡോഗ്സിൻ്റെ പവറപ്പും പവർ സ്കെയിലും കാര്യങ്ങളൊക്കെ ആയിട്ടു. അപ്പോൾ അതിൽ ഇതുണ്ട് അക്കറ്റ്സ്കാവ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കാണിക്കുമ്പം ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഫുൾ ഇത്. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു 4th സീസണൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു. 4th 5th ഒക്കെ ആകുമ്പോഴേക്കും മറ്റേ നല്ലവനായിട്ട് അവൻ്റെ കഥ പറയും. ഫസ്റ്റ് കാണിക്കുമ്പോൾ ആ ദേഷ്യം നമുക്കിങ്ങനെ കുറഞ്ഞു വരും. മറ്റേ ഡീമൺ സ്ലേയേഴ്സിലൊക്കെ വില്ലൻസിനെ കാണിക്കുമ്പോൾ ഇതാവൂലേ, അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകും. ലൈക്ക് അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ പറയുന്നെങ്കിൽ ബ്ലീച്ചില് ഫയർഫോഴ്സിലാര് ഫയർഫോഴ്സിലെ നമ്മുടെ മറ്റേ ഷോ മാത്രം ഷോ അല്ല, മറ്റേ ഇതിന്റെ 5th പറയണമെങ്കിൽ വന്നിരുന്നു പറയണം. ചുമ്മാ സൈഡിൽ നിന്ന് പ്രിൻസസ് ഹിബാന. ഇവന് പേരുകൾ ഇവന് ഓർമ്മയിക്കുന്നത് എനിക്ക് ഒട്ടും പറ്റാത്ത പരിപാടിയാണ്. ഞാൻ തന്നെ എന്റെ ഫേവറേറ്റ് ആനിമയാണ് ബ്ലാക്ക് ക്ലോവർ. അതിനകത്തുള്ള ക്യാരക്ടറിന്റെ പേരാണ് ഞാൻ തെറ്റിച്ചു പറഞ്ഞത്. ഇവ ഏത് ആനിമയെന്ന് എവിടുത്തെ ക്യാരക്ടറിന്റെ പേര് വെച്ചാലും ഞാൻ പറയും എനിക്ക് ഓർമ്മ. പേരല്ല, അത് ഓർക്കാനുള്ള വലിയ 2 കാരണങ്ങളുണ്ട്. അല്ല വലിയ അതല്ലല്ലോ നേരത്തെ ലെമിലിന്റെ ഒക്കെ പറഞ്ഞല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ആകെ മറന്നു പോകുന്നു. MCO അല്ലെങ്കിൽ മെയിൻ നാറൂട്ടോന്റെ മറ്റേ സ്റ്റുഡിയോ ഏതാന്ന് പറഞ്ഞത്. ഓക്കെ, ബ്യാക്കുയ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് നല്ല ക്യാരക്ടർ ആണല്ലോ. തുടക്കത്തില് കാണിക്കുന്നത് ഒരു വില്ലനെ പോലെ ആയില്ലേ? പിന്നെ അവസാനം നല്ല കുഞ്ഞുങ്ങളായി. റിവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് അത്. നമ്മൾ പറയേണ്ട ട്രാൻസ്ഫോർമേഷൻ ആണ്. ഗുഡിന്ന് ബാഡിലോട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ. ഐസരെ എഴുതി തള്ളിയ കേസാ, ഐസരെ ചോദിക്കരുത്. പക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കുറെ ഇഷ്ടം പോലെ ഉണ്ടോ? ഗുഡിന്ന് കുറെ ക്യാരക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. ഗുഡായിട്ട് നമ്മൾ കാണിച്ചിട്ട് പൊട്രേ ആയിട്ട്. പിന്നെ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിലെ ബ്രദർഹുഡിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാങ്കാ സ്പോയിലർ ഉണ്ടല്ലോ, അതിന്റെ ലെവലൊന്നും ഈ പറഞ്ഞ ഐസനും ഇല്ല, ആർക്കും ഇല്ല. കാരണം നമ്മൾ ഒറ്റ നിമിഷം കൊണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് ക്ലോവർ റീവാച്ച് ചെയ്യാൻ തോന്നൂല. അങ്ങനൊരു കുഴപ്പമുണ്ട്. അതാണ് ട്വിസ്റ്റ്. പറയുന്നില്ല, അത് ഭയങ്കര ഒരു സ്പോയിലർ. ഭയങ്കര സ്പോയിലർ. ഇതാണ് ഈ പറഞ്ഞ അണ്ടർ റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അധികം പേര് ചർച്ച ചെയ്യപ്പെടാതെ ഒരു ആനിമ എടുക്കുന്നതിന്റെ ഗുണം. മനസ്സിലായോ? ഇപ്പൊ JJ ഒക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളറിഞ്ഞു നിങ്ങളെ ഉരുട്ടും ഇങ്ങനെ ഓരോരുത്തന്മാര് വെച്ച് ഇങ്ങനെ ഉരുട്ടി നാട്ടുകാരെ മൊത്തം അങ്ങ് അറിയിക്കും. ഇതാകുമ്പോ ആരും അറിയാം. ഒരു അതിനെ കുറിച്ച് ഫീഡ് വരെയാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ ഫീഡിലുള്ള ഇതായിരിക്കും. പക്ഷെ വൺസ് യു ടേസ്റ്റ് ദ ബ്ലാക്ക് ക്ലോവർ ദെൻ ബ്ലാക്ക് ക്ലോവറിന്റെ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ എൻട്രികളാണ്. ക്യാരക്ടേഴ്സിന്റെ എൻട്രി പറഞ്ഞ നമ്മളിങ്ങനെ പറയുമ്പോ തന്നെ ഉണ്ട് ആ സാധനമാണ്. ഞാനും പറയും ബ്ലാക്ക് ക്ലോവർ എൻട്രീസ് വേറെ ബ്ലാക്ക് ബുൾസിന്റെ എൻട്രിയാണ്. എൻട്രീസ് ആണ് രണ്ടും സൂപ്പർ. ഇവനെ ഫിൻഡ്രലിനെ കൊണ്ടാൻ മാറുക എൻട്രി. മറ്റേ ചാർമിയുടെ ഒക്കെ മറ്റേ ഇത് മാറുന്ന ഡെവിളാണെന്നും പറഞ്ഞോണ്ട് കോർട്ട് എല്ലാം തല്ലി പൊളിച്ചിട്ട് നിപ്പുണ്ട് ബ്ലാക്ക് ബുൾസ് മൊത്തം കൂടി. അല്ല മാങ്കയില് എനിക്ക് തോന്നുന്നു ഒരു 2 ചാപ്റ്ററിന് ഇടയ്ക്ക് 2 എൻട്രി ഉണ്ട് ഇതുപോലെ. വെറും 2 ചാപ്റ്റർ ഡിഫറൻസിൽ. ഒന്ന് ആസയുടെ എൻട്രി, ഒന്ന് ബ്ലാക്ക് ബുൾസിന്റെ എൻട്രി അടുപ്പിച്ചുണ്ട്. എന്റെ അതും ഓവർ പവേർഡ് ആയിട്ടാണ് ഓരോരുത്തന്മാരും വരുന്നത്. പോസ്റ്റ് ടൈം സ്കിപ്പ് എൻട്രി
അതണക്ക് മാഗ്നയുടെ ഒരു എൻട്രി വരുന്നുണ്ട് ഇനി അങ്ങോട്ട്. ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫൈറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. The true representation of I am only human. സത്യം. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ടോപ്പ് ഫസ്റ്റ് കിടക്കുന്ന മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഫൈറ്റ് എന്ന് പറയുന്നത് ഗാരോ വിസസ് സൈതാമയ. സെക്കൻഡ് കിടക്കുന്നത് മാഗ്ന വിസസ് ഈ മറ്റേ ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി, അവരുടെയാണ്. Magna versus Dante. അതല്ല ഇത് നിങ്ങള് ഡാൻഡെ വിസസ് മാഗ്ന ഫൈറ്റ് നിങ്ങള് കാണണം. വിഷയം അത് നല്ല രീതിയിൽ ആനിമേറ്റ് ആയിട്ട് വന്നാണല്ലോ. കുഴപ്പമില്ല, പേരോട്ടിന്റെ കയ്യില എനിക്കറിയില്ല. ഇത്രയും പാവോടാ. എടാ അതല്ല, ഞാനിങ്ങനെ ടോപ്പിക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനിങ്ങനെ ഇരുന്നിരുന്ന സത്യം, കുറ്റം പറയാൻ പറ്റില്ല. അവന് മനസ്സിലാവുന്ന ടോപ്പിക്കിലോട്ട് പോയാൽ റിസർവ് ബാങ്ക് എനിക്കുണ്ട് 3 ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ പറയാം. വില്ലൻ യു ക്യാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലൻ. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരം മിണ്ടായിരുന്നല്ലേ. ഇത് ഉറങ്ങി പോകുന്ന നീ പറ. വില്ലൻ ഐ ക്യാൻ റിലേറ്റ് വിത്തോ ഹോംലാൻഡർ എന്ന് പറയും. ഇപ്പൊ നോക്കണം, ആനിമയാണ്. തിരിച്ചു വരൂ. വില്ലൻ ഐ ക്യാൻ റിലേറ്റ് വിത്ത്. ഇത് പറയല്ലേ. ദോമാന്ന് പറയും, പെൺകുടിയനല്ലേ. ഞാൻ വിജിലന്റ് ആയി. ഇനി അങ്ങോട്ട് ഇടക്കടയാക്കി തരാം. ഞാൻ ഇത്രയും നേരം വിട്ടുപോയിരിക്കുകയാണ്. അന്നേരം പറഞ്ഞു ഷൗട്ട് ഔട്ട് ടു കരുൺ അഗൈൻ. ഞങ്ങൾ മറന്നു പോയിരുന്നേ ഇത്. വില്ലൻ ഐ ക്യാൻ റിലേറ്റ് ടു അങ്ങനെ നോട്ട് എ വില്ലൻ ഐ ക്യാൻ റിലേറ്റ് ടു. നീ കുറച്ച് മുമ്പ് ലൈറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ലൈറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. ഞാൻ ലൈറ്റ് യാഗമി ഹോംലാൻഡറിന്റെ ആയിട്ടാണ് കമ്പയർ ചെയ്തത്, ഞാനായിട്ടല്ല. എടാ നീ റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നീ സംതിങ് ദാറ്റ് യു വുഡ് ടേൺ യുവർ സെൽഫ് ഇൻടു എ വില്ലൻ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് ചോദിച്ചേക്കുന്നത്. പെണ്ണ് തേച്ചിട്ട് പോയത് കൂട്ടത്തില്ല, വേറെന്തെങ്കിലും. പെണ്ണ് തേച്ചത് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയണ്ടല്ലോ, ഞങ്ങൾക്ക് പറയണ്ടല്ലോ. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ പറ്റിയില്ലെങ്കിലും കൂട്ടൂല. ഇല്ല, പോസിബിളി കോക്കുഷിബോ, ലിവിങ് അണ്ടർ യുവർ ബ്രദർ ഷാഡോ. ഡീപ് ടോപ്പിക്സ്. പലരും റിലേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാ. ഒരു ഓക്കിട്ടപ്പോ ഇങ്ങനെ റിഡംഷൻ ആർക്ക് എന്നൊക്കെ പറഞ്ഞു. ഇതാണ് റിഡംഷൻ ആർക്ക്. അത് വിഷയം റിഡംഷൻ ആർക്ക്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഗാരോ ആണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗാരോ വില്ലൻ ആവുന്നതെന്ന് പറഞ്ഞാൽ അവനെല്ലാരും വില്ലനാക്കി. കൂട്ടുകാർ കളിക്കുമ്പോഴും വീക്കാണ്, നീ വില്ലൻ ആവണം, ഞങ്ങൾ ഹീറോ ആയിട്ട് നിന്നെ ഇരിക്കാൻ, കാരണം നീ നിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ലോയർ ആണ് നമ്മളെ കാട്ടി, അതുകൊണ്ടെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം വില്ലൻ ഹീറോ എന്ന് പറഞ്ഞൊരു ലൈൻ ബ്ലറായി പോകും ഗാരോയ്ക്ക്. ആ ലൈൻ ബ്ലർ ആവുന്നതാണ് ഇത്. ഡോമിനൻസിൽ പോവുക, ലൈക് സ്ട്രോങ് ഷുഡ് ലീവ്, ആ ഒരു സ്റ്റാറ്റസ് പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഗാരോ ആണ്. കാരണം ഗാരോയുടെ പക്ഷെ ഞാൻ സ്വാലി വില്ലൻ ആവുന്നത് കാണും. 2 ദിവസം ഭക്ഷണം കിട്ടാതിരുന്നു. 2 ദിവസം ഒരു നേരം, എനിക്ക് ഒരു നേരം വേൾഡ് ഡോമിനേഷൻ. ഫുഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. കടയുടെ മുമ്പിൽ ചെന്നിട്ട് മന്തി താടാ പട്ടിയെന്ന്. അത് ബട്ടർ ബണ്ണൊക്കെ കൊടുക്കാൻ പറ്റാത്തപ്പോ കട കത്തിച്ച മോനാണ്. അതാ എനിക്ക് ഓക്സിജൻ അല്ലെങ്കിൽ ഞാൻ ജീവിക്കാൻ എനിക്ക് കൃത്യമായി ഫുഡ് കിട്ടിയാൽ മതി. ഒന്ന് ഫുഡ് സ്റ്റിക്കറിലൊന്നും വിശപ്പ് മാറില്ല. സ്റ്റിക്കറിനൊക്കെ ഒരു ഹാഫ് ഷവായോ
അങ്ങനെയൊക്കെയാണ് നമ്മൾ ടോപ്പിക്ക് മാറിപ്പോ നിങ്ങളിപ്പോ ഹാഫ് ഷോ പിന്നെ അടിച്ചുതരാം. എനിക്ക് ഇതാണ് ഇഷ്ടം. ഹാഫ് ഷവായി എനിക്കിപ്പം കിട്ടിയാ കൊള്ളായിരുന്നു. വില്യം യു ക്യാൻ റിലേറ്റ് വിത്ത്. മീ മോഹൻലാലും ഡോഫ്ലമീങ്കോ. അതെ കാരണം പറയാൻ പറ്റത്തില്ല കേട്ടോ, പിന്നെ പറഞ്ഞുതരാം ഞാൻ. ഏടാ മോനെ. അച്ഛനും അമ്മയും വല്ല അതാ രാജകുടുംബത്തിലുള്ളവരായിരുന്നു. അത് നരൂറ്റോല. വൺ പീസ് ആടാ. അല്ല എനിക്ക് മനസ്സിലായി, കാരണം നരുട്ടോയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ലെന്ന് എനിക്കറിയാം. അത് യൂട്യൂബിൽ കാണുമ്പോൾ ചിലപ്പോ കാണിച്ചാണെങ്കിലോ ചോദിച്ചാ കണ്ടിന്യൂ. നിന്റെ റിഡംഷൻ ആർക്കി നിൽക്കുക അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ തന്നെ നിൽക്കാനായിരുന്നു. ഇപ്പൊ ഓവറായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാ കരൺ ജി കമോ. ഗ്യൂത്തറോ ഓ ഗ്യൂത്തറോ ലൈക്ക് ഫൈറ്റിംഗ് ഫോർ യുവർ സിസ്റ്റർ. ആർക്കിലുള്ള സിബ്ലിങ്സിന് വേണ്ടിയുള്ള ഒരു ഇതില് അങ്ങനെ ആ ഒരു ഗതിയിലായി കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് ഇത് വന്നായിരുന്നു. ഇവ എടുത്തോണ്ട് ഞാൻ വിട്ട ക്യാരക്ടർ കേട്ടോ അത്. ഗ്യൂത്തറോ ലൈക്ക് ഗ്യൂത്തറ എനിക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആയിരുന്നു. ലൈക്ക് ആൾക്കാരിൽ സിബ്ലിംഗ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. സോ ലൈക്ക് എന്ന് പെങ്ങള് ബിസ്ക്കറ്റ് എടുത്ത് അവളെ തല്ലുന്നവൻ. പെങ്ങളല്ല അനിയനാണ്. നിനക്കല്ല, ഞാൻ ഇവന്റെ കാര്യം പറഞ്ഞു. അത് പോടാ ഇറങ്ങാം. പോയ ബുക്ക് മേടിച്ചു വെക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇപ്പുറത്തും എടുത്തതാ, അവൻ ഏണി വെച്ചത് പിടിച്ചു. നോക്കിയതോലില്ല, ഞാൻ വിട്ടതാ. പാവം എന്റെ പെങ്ങൾ. അത് ശരി, എല്ലാവർക്കും സിബ്ലിംഗ് ആണല്ലോ. ചിക്കൻ കറി അടിച്ച ചിക്കൻ